വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോസും ടൈം ലൂപ്പിനുള്ളിൽ കയറിയതറിയാതെ അവൻ ലിഫ്റ്റിൽ കയറി ആക്സിഡന്റ് ഉണ്ടാകേണ്ടെന്ന് കരുതി ബൈ ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ നടക്കുകയാണ്. അവൻ ബാത്റൂമിൽ പോയ സമയത്ത് പോലും അവൾ കൂടെ പോകുന്നുണ്ട്. അവൻ ബാത്റൂമിലേക്ക് കയറിയ സമയത്ത് അവൾ പുറത്തു നിന്ന് ടൈം ലൂപ്പ് അവസാനിക്കാത്ത എന്തായിരിക്കും ദൈവമേ. റിസൈൻ ചെയ്യുന്നതൊന്നും ഇപ്പോൾ എനിക്കൊരു പ്രശ്നമേ അല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് തരണേ എന്നൊക്കെ അവിടെ തന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് കണ്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയ വേറെ സ്റ്റാഫ് ഈ സെക്രട്ടറിക്ക് എന്ത് പറ്റി, ജോലിയുടെ സ്ട്രെസ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കുറച്ച് ദിവസം മുമ്പ് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഉപേക്ഷിച്ചു എന്ന് കേട്ടിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കണം ഇങ്ങനെ മനസ്സിന് സുഖമില്ലാത്തവരെ പോലെ പെരുമാറുന്നതെന്നൊക്കെ തമ്മിൽ പറയുന്നത് ടോയ്ലറ്റിനുള്ളിൽ ഇരിക്കുകയായിരുന്ന ജിൻ കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം കുടിച്ച് ലെവലില്ലാതെ അവൾ പറഞ്ഞതൊക്കെ അവൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. അത് വെറും സ്വപ്നമായിരുന്നു, അത് സെക്രട്ടറിക്ക് ശരിക്കും റിസൈൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന സംശയം അവൻ്റെ മനസ്സിൽ കയറി കൂടുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ച് അവൻ കുറേ സമയം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും അവനെ പുറത്തേക്ക് കാണാത്തതുകൊണ്ട് എന്തെങ്കിലും പറ്റിക്കാണുമെന്ന് ചിന്തിച്ച് ബൈ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ടാബ് അവളുടെ കയ്യിൽ കൊടുത്ത് അടുത്ത ദിവസത്തേക്കുള്ള ബിഡിംഗ് ഡോക്യുമെൻറ്റിൻ്റെ കുറേ കോപ്പി എടുക്കാൻ പറഞ്ഞത്. അവൾ പ്രിൻ്ററിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതിനെന്തോ കേട് പറ്റിയത് കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ ശശി അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ബിഡിങ്ങിൻ്റെ ഡോക്യുമെൻ്റ് അവൻ്റെ കൊടുത്തിട്ട് പ്രിൻ്റർ പരിശോധിക്കാൻ തുടങ്ങുന്നു. പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് കുറേ സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് ജിൻ അവളുടെ സീറ്റിനരികിലേക്ക് അന്വേഷിച്ചിരുന്നു. അവൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് ഓരോന്ന് പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് അവിടെ ഒരു ബുക്കിലിരുന്ന റെസിഗ്നേഷൻ ലെറ്റർ അവൻ കാണുന്നത്. തനിക്ക് തോന്നിയതുപോലെ തന്നെ അവൾ ശരിക്കും റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായ അവൻ അതെടുത്തുകൊണ്ട് വേഗം എഴുന്നേൽക്കുന്നു. ഈ സമയത്ത് പ്രിൻ്റർ ശരിയാക്കി കഴിഞ്ഞിരുന്നു. ഇപ്പോഴും വളരെ ഇംപ്രസ്ഡായ ശശി അവളെ അന്ന് ഡിന്നറിന് ക്ഷണിക്കുന്നുണ്ട്. അവൾ പക്ഷേ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വരാൻ ഇത്ര ലേറ്റാവുന്നത് എന്താണെന്ന് ചോദിച്ച് ജിൻ അവളെ ഉറക്കെ വിളിച്ചത്. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. റെസിഗ്നേഷൻ ലെറ്റർ അവളെ കാണിച്ച് അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അത് വേറൊരു സ്റ്റാഫിൻ്റേതാണ് എന്നവൾ പറഞ്ഞത്. അത് തുറന്നു നോക്കി ബോധ്യപ്പെട്ട അവൻ ചമ്മൽ മറയ്ക്കാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അന്ന് രാത്രി അവൾ അവനെ ഡ്രോപ്പ് ചെയ്യാനായി പോയപ്പോഴും വീടിനകത്ത് വെച്ച് അവൾ റെസിഗ്നേഷൻ തരുന്നതായി സ്വപ്നം കണ്ടുകൊണ്ട് അവൻ അവളെ വീട്ടിലേക്ക് കയറ്റാതെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്ന വേലക്കാരി പതിവ് പോലെ അവളെ പരിചയപ്പെട്ടിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങുകയാണ്, ഇവിടെ ഇരുന്ന് ഓവർ ടൈം വർക്കൊക്കെ ചെയ്ത് പതുക്കെ പോയാൽ മതി, ഇത് ബോസ് സെക്രട്ടറിക്ക് തരാൻ വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞൊരു കവറും അവളെ ഏൽപ്പിച്ചിട്ട് പോയത്. അതിനുള്ളിലൊരു ഡ്രസ്സായിരുന്നു. ബിൽഡിംഗ് നമ്മുടെ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആഘോഷിക്കാനായി വാങ്ങി വെച്ചതാണ് എന്നവൻ പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൾ നേരെ അകത്തേക്ക് കയറി പോകുന്നു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവനും പുറകെ ചെല്ലുന്നു. അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം രണ്ടുപേരും കൂടി അകത്തിരുന്ന് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അവളുടെ പേന കൊണ്ട് അവൻ്റെ ഷർട്ടിൽ മഷി പറ്റുന്നു. അവനത് ക്ലീൻ ചെയ്യാൻ ബാത്റൂമിൽ ചെന്നപ്പോഴാണ് തലേദിവസം രണ്ടുപേരും കൂടി ബാത്ത് ടബിലേക്ക് വീണെന്ന് ഓർമ്മ വന്നത്. അപ്പോഴേക്കും മഷിക്കറ കളയാനുള്ള സാധനവുമായി അവളും അവിടേക്ക് വരുന്നു. അവളത് തുടച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് തനിയെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുന്നു. രണ്ടുപേരും കൂടി പിടിവലി നടക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ രണ്ടുപേരുടെയും മുഖം അടുത്തേക്ക് വരുന്നു. ഇത്തവണ പതിവിന് വിരുദ്ധമായി ബായിക്ക് അവൻ കിസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുകയും അവൾ അതിന് തയ്യാറായി കണ്ണടച്ച് നിൽക്കുകയും ചെയ്യുന്നു. അവനും കിസ് ചെയ്യാനായി മുന്നോട്ട് അഞ്ഞതാണ്. അപ്പോഴാണ് തലേദിവസം അവൾ മുഖത്തടിച്ചത് ഓർമ്മ വന്നത്. പെട്ടെന്ന് അവൻ ഞെട്ടി പിന്മാറുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് ബായി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആകെ ചമ്മുന്നു. ഞാൻ എന്തിനാണ് കണ്ണടച്ചത് എന്ന് അവൾ ചമ്മലോടെ ചിന്തിക്കുന്നു. അപ്പോഴേക്കും 12 മണിയാവുകയും അടുത്ത ടൈം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഫോണിൽ ഡേറ്റ് മെയ് 20 തന്നെയാണെന്ന് കണ്ടപ്പോഴാണ് സിക്സ് സെൻസ് കിട്ടിയതല്ല, ടൈം ലൂപ്പിൽ പെട്ടതാണ് എന്നവന് മനസ്സിലാക്കുന്നത്. അപ്പോഴും അവൻ വിചാരിക്കുന്നത് എനിക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്, ദൈവം എന്തിനു വേണ്ടി എന്നെ തന്നെ ചൂസ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെയാണ്. അപ്പോഴാണ് മുമ്പ് സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് കരുതിയതൊന്നും സ്വപ്നമല്ല, ഒറിജിനലാണ്. ബായി ശരിക്കും തൻ്റെ മുഖത്തടിച്ചതാണ് എന്നൊക്കെ അവന് ബോധ്യമാകുന്നത്. മിസ്സായ കിസ്സും സ്വപ്നം കണ്ട് ആണ് ആ ബായി എന്നുണർന്നത്. ഞാൻ എന്തിനാണ് സമയത്ത് കണ്ണടച്ചതെന്ന് അവൾ അപ്പോഴും ചമ്മലോട് ചിന്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴാണ് മണി 10:30 എന്നറിയുന്നത്. അത്ര നേരമായിട്ടും ബോസ് വിളിക്കാതിരുന്നു എന്ന് അവൾ ചിന്തിച്ചപ്പോഴേക്കും കോളിംഗ് ബെൽ കേൾക്കുന്നു. അവളെ കാണാതെ തന്നെ അവൻ നേരിട്ട് അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ജോലിക്ക് വരാൻ ലേറ്റായത് എന്താണെന്ന് ചോദിച്ച് അവൻ വഴക്ക് പറഞ്ഞപ്പോഴൊക്കെ തലേ ദിവസത്തെ ഹോട്ട് സീനാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. അവൻ പതിവായി വാങ്ങാറുണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ഇഷ്ടമല്ല എന്ന് മുമ്പത്തെ ലൂപ്പിൽ പറഞ്ഞത് കൊണ്ട് അവളെ കൊണ്ട് അത് തന്നെ കഴിപ്പിക്കാൻ വേണ്ടി അവൻ അതേപോലെ 5 എണ്ണം വാങ്ങിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ഇന്ന് അതൊന്നും ബായിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നേയില്ല. എൻ്റെ കാര്യത്തിൽ കെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി വന്നിരിക്കുകയാണ് എന്നവളൊരു പുഞ്ചിരിയോടെ ചിന്തിക്കുന്നു. പണി കൊടുക്കാൻ കൊണ്ടുവന്നിട്ട് അവൾക്ക് സന്തോഷമാണല്ലോ എന്നവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് മുറിയിൽ നിൽക്കുന്ന സമയത്താണ് പഞ്ചിങ് ബോക്സിൽ ഇരിക്കുന്ന ഫോട്ടോ അവൻ കണ്ടത്. അതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ തന്നെ അവളുടെ ഇടികൊണ്ട് ചതഞ്ഞതാണെന്ന് അവൻ മനസ്സിലാകുന്നു. ആ കലിപ്പിൽ അവളോട് വേഗം റെഡിയായി വരാൻ അവൻ പറയുന്നു. താഴേക്ക് പോകാനായി ലിഫ്റ്റിന് മുന്നിൽ നിന്നപ്പോഴാണ് ലിഫ്റ്റ് ആക്സിഡൻറ്റ് അവൻ ഓർമ്മ വന്നത്. അതോടെ നിന്നെ കണ്ടിട്ട് ഇത്തിരി തടി കൂടിയ പോലെയുണ്ട്, അതുകൊണ്ട് സ്റ്റെയർ വഴി പോകാം, ഒരു എക്സർസൈസും ആകും എന്ന് പറഞ്ഞ് അവൻ അത് വഴി പോകുന്നു. ശരിക്കും തടി കൂടിയെന്ന് സംശയിച്ച് അവൾ പുറകെ ചെല്ലുന്നുണ്ട്. റിസൈൻ ചെയ്യുകയാണ് അവളുടെ ഉദ്ദേശമെങ്കിലും ഇത്ര ആത്മാർത്ഥമായും ജോലി ചെയ്യുന്നത് എന്തായിരിക്കും? ഇനി അവൾ ഓപ്പോസിറ്റ് ഗ്രൂപ്പിൻ്റെ സ്പൈ ആയിരിക്കുമെന്നൊക്കെ ഓഫീസിലിരിക്കുമ്പോൾ അവൻ സംശയം തോന്നുന്നു. സംശയം തീർക്കാനായി അവൻ അവളറിയാതെ അവളെ വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. 1-2 തവണ അവൾ എന്തൊക്കെയോ ചെയ്യുന്ന കൂട്ടത്തിൽ സംശയം തോന്നി പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. അവനിങ്ങനെ വിടാതെ പുറകെ കൂടിയിരിക്കുക കണ്ട് അവൾ ചിന്തിച്ചത് ഇനി ബോസിന് ശരിക്കും എന്നെ ഇഷ്ടമായിരിക്കുമോ എന്നാണ്. അവൻ അവളുടെ സീറ്റിനടുത്തിരിക്കുന്ന സമയത്താണ് വെള്ളമൊഴിക്കാൻ ആൾ വരുന്നതായി ഓർക്കാനായി അവൾ ഫോണിൽ റിമൈൻഡ് വെച്ചിരിക്കുന്ന അടിച്ചത്. അവൾ കപ്പെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതേ സംഭവത്തെക്കുറിച്ച് തന്നെ ഓർമ്മ വന്ന ജിൻ
കപ്പിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നു. ഇത് എൻ്റെ കപ്പാണ് എന്ന് പറഞ്ഞ് അവൾ പിടിച്ചു വാങ്ങി മറുവശത്ത് വെച്ചപ്പോഴാണ് മറ്റേയാൾ വന്ന് വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചത്. വെള്ളമില്ലാത്തത് കൊണ്ട് അയാൾ ചമ്മുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് അയാൾ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും ജിൻ അവനോട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അവൻ്റെ പതിവില്ലാത്ത പെരുമാറ്റം കണ്ട് ബായ് കുറച്ച് അത്ഭുതപ്പെടുന്നുണ്ട്. അവൾ സ്പൈ ആണ് എന്ന ധാരണയിൽ ഓപ്പോസിറ്റ് ഗ്രൂപ്പിന് വിവരങ്ങൾ നൽകാനായി എപ്പോഴെങ്കിലും അവൾ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്ന് വാച്ച് ചെയ്തുകൊണ്ട് അന്ന് അവൾ ബാത്റൂമിൽ പോയ ടൈമിൽ വരെ അവൻ അവളെ ഫോളോ ചെയ്യുന്നു. പക്ഷെ അവൾ ചിന്തിക്കുന്നത് അവന് ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുകയാണെന്നാണ്. അന്ന് രാത്രി വീട്ടിലേക്ക് പോകാൻ നേരം അവൻ അവളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കാതെ സ്വന്തമായി ഡ്രൈവ് ചെയ്യുക കൂടി ചെയ്യുന്നു. സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ട് തന്നെ അവൻ മുന്നോട്ടഞ്ഞപ്പോൾ ഇപ്പോൾ കിസ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അവളൊന്ന് സന്തോഷിച്ചതാണ്. അപ്പോഴാണ് സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ട ശേഷം അവൻ്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പായ ശശിയുടെ അച്ഛൻ്റെ ഗ്രൂപ്പിനെ കുറിച്ച് അവളുടെ അഭിപ്രായം അവൻ ചോദിച്ചത്. അവർ നല്ലതാണ് എന്ന രീതിയിൽ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പോകുന്നു. എന്താണ് കാരണം എന്ന് അവൾക്കൊരു പിടിയും കിട്ടുന്നില്ല. ജിൻ വീടിന് മുന്നിലെത്തിയപ്പോഴാണ് അവൾക്ക് സംഭവിച്ച ലിഫ്റ്റ് ആക്സിഡൻറ്റിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇന്നും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി അവൻ വേഗം തന്നെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവൻ എന്തായിരിക്കും പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെട്ടു പോയത് എന്ന് ചിന്തിച്ച് പരിസരം പോലും പറഞ്ഞ് ബായി ലിഫ്റ്റിനുള്ളിൽ കയറാനായി ചെന്ന് നിൽക്കുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കാൽവെക്കാൻ തുടങ്ങിയപ്പോഴാണ് അപകടകാര്യം അവൾ ഓർത്തത്. പെട്ടെന്ന് അവൾ പിന്മാറുന്നുണ്ട്. അപ്പോഴാണ് ജിൻ ഓടിപ്പാഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്ത് ലിഫ്റ്റിൻ്റെ വാതിൽ വീണ്ടും തുറക്കുന്നു. ലിഫ്റ്റിലേക്ക് കയറരുത് എന്ന് രണ്ടുപേരും കൈയെടുത്ത് തടസ്സം പിടിച്ചുകൊണ്ട് ഒരേപോലെ പറയുന്നു. അതോടെ ടൈം ലൂപ്പിൻ്റെ കാര്യം രണ്ടുപേർക്കും അറിയാമെന്ന് അവർക്ക് പരസ്പരം മനസ്സിലാക്കുന്നു. പിന്നീട് അവർ ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം മുതൽ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൾ അവനോട് പറയുന്നു. എൻ്റെ റെസിഗ്നേഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലൂപ്പ് അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഓൾറെഡി ഒരു തവണ അങ്ങനെ ചെയ്തിട്ടും അവസാനിച്ചിട്ടില്ല. അപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും കാരണമെന്ന് അവൾ പറയുന്നു. അവൾ ശരിക്കും റിസൈൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്നവന് മനസ്സിലാക്കുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ 12 മണിയായി രണ്ടുപേരും വീണ്ടും ലൂപ്പിലേക്ക് പോകുന്നു. പതിവ് പോലെ അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി അവൻ അപ്പോഴേക്കും അവളുടെ വീടിന് മുന്നിലെത്തിയിരുന്നു. സ്റ്റെയർ കയറിയാണ് അവൻ വന്നിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ നടന്നു കയറാൻ വയ്യാത്തത് കൊണ്ട് ലിഫ്റ്റ് ശരിയാക്കാൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉടനെ വിളിച്ച് പറയണമെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് ഓഫീസിലെ ലിഫ്റ്റ് കൂടി ശരിയാക്കാൻ പറയണം. അവിടെ വെച്ചൊരു തവണ അപകടം സംഭവിച്ചിരുന്നു എന്നവൾ പറയുന്നത്. അത് ശരിയാക്കാൻ വിളിച്ച് പറയാനുള്ള ഉത്തരവാദിത്വവും അവൻ അവളെ തന്നെ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ലൂപ്പുകളിൽ വെച്ച് അവനെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവനെ കളിയാക്കിക്കൊണ്ട് അവൾ പറയുന്നുണ്ട്. മാത്രമല്ല അവനുവേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നത് സ്വന്തമായാണ്. ലൂപ്പ് തുടങ്ങിയത് മുതൽ സ്വിമ്മിങ്ങിന് പോകാറില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ അവസാനിപ്പിക്കാമെന്ന് രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിക്കുന്നു. മണിക്കൂറുകളോളം പല പുസ്തകങ്ങളും മറ്റും തിരഞ്ഞിട്ടും രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടുന്നില്ല. അതിനിടയിൽ അവൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആ സമയത്താണ് ടി വിയിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയുടെ കിസ് സീൻ അവൻ കണ്ടത്. അതിൽ കിസ് ചെയ്യുമ്പോൾ അവരുടെ സോൾ പരസ്പരം മാറും എന്നറിഞ്ഞപ്പോൾ ഇനി കിസ് ചെയ്താൽ ടൈം ലൂപ്പ് അവസാനിക്കുമെന്ന് അവന് തോന്നുന്നതിനാൽ ബായിയെ വിളിച്ചുണർത്തി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. ഉറക്കച്ചടവിലായിരുന്ന അവൾ ശരിക്കും ഞെട്ടി പിന്മാറുന്നു. എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് അവൻ ചുറ്റും നോക്കുന്ന കണ്ടപ്പോഴാണ് അവൻ പറഞ്ഞ ഐഡിയ അതാണെന്ന് അവൾക്ക് മനസ്സിലായത്. ചിലപ്പോൾ 12 മണിയാകുമ്പോഴേ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് 12 മണിയാകുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് അവൻ പറയുന്നു. അവളും അത് സമ്മതിക്കുന്നു. രണ്ടുപേർക്കും നല്ല ചമ്മലുണ്ടായിരുന്നതിനാൽ പിന്നെ മുറിയിലിരിക്കാതെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് ബായുടെ എക്സിനെയും ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണുന്നു. അവിടെ റിസർവേഷൻ കിട്ടാതെ അവർ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ അവിടെ എത്തിയത്. ബായിയെ കണ്ടപ്പോൾ തങ്ങളുടെ റിലേഷനെ പറ്റി അവൾക്ക് അറിയില്ല എന്ന ധാരണയിൽ ബെസ്റ്റ് ഫ്രണ്ട് കുറച്ച് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറുതെ കള്ളം പറയേണ്ടെന്ന് ബായി പറയുന്നു. അതോടെ അവളുടെ എക്സ് ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടിനെ കൈപിടിച്ച് മുമ്പത്തെ പോലെ ബായിയെ അപമാനിക്കുന്ന രീതിയിൽ കുറേ സംസാരിക്കുന്നു. അത് കേട്ട് സഹിக்க വയ്യാതെ ജിൻ ശരിക്കും ബായിയെ ഇഷ്ടമാണെന്ന രീതിയിൽ അവളെ കെയർ ചെയ്ത് സംസാരിക്കുന്നു. മാത്രമല്ല അവിടെ റിസർവ് ചെയ്തിരുന്ന VIP റൂം അവളെ വേണ്ടെന്ന് വെച്ച് തനിക്ക് വേണ്ടി വിട്ടുതന്നതിനുള്ള നന്ദിയായി അയാൾക്ക് നൽകിയിട്ട് അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അവളുടെ എക്സ് ശരിക്കും ചമ്മുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ സഹായിച്ചതിന് ബായി അവൻ നന്ദി പറയുന്നു. അവർ വീട്ടിലേക്ക് നടക്കുന്ന വഴി റോഡിൽ ഒരു മൻഹോൾ കണ്ടപ്പോൾ മുമ്പൊരിക്കൽ ഹീൽ അതിനുള്ളിൽ കുടുങ്ങി കാലൊടിഞ്ഞ കാര്യം ഓർമ്മ വന്നതിനാൽ അവൾ അതിൽ ചവിട്ടാതെ ചാടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അവളുടെ കാല് ചെറുതായി ഉളുക്കുന്നുണ്ട്. റോഡിൻ്റെ എതിർവശത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ട് അതിനുള്ള മരുന്ന് എന്തെങ്കിലും വാങ്ങി വരാമെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടെ നിർത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നു. ബായി ലിഫ്റ്റ് ശരിയാക്കാൻ ഏൽപ്പിച്ചിരുന്നവർ ആ സമയത്ത് അവളെ വിളിച്ചിട്ട് ലിഫ്റ്റിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ആരോ മനഃപൂർവ്വം റിമോട്ട് കൺട്രോൾ വെച്ച് അപകടമുണ്ടാക്കിയതാണെന്ന് അറിയിക്കുന്നു. അതേസമയത്ത് തന്നെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്ന ജിന്നിനെ ഒരു വണ്ടി വന്നിരിക്കുന്നു. ഉറക്ക നിലവിളിച്ചുകൊണ്ട് ബായി അവൻ്റെ അടുത്തേക്ക് ഓടുന്നു. അവന് ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. ആംബുലൻസ് വിളിക്കാൻ അവൻ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾക്കത് കേട്ടപ്പോൾ തോന്നിയത് ടൈം ലൂപ്പ് അവസാനിക്കാൻ വേണ്ടി അവൻ കിസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെന്നാണ്. ടൈം ലൂപ്പ് ഇപ്പോൾ അവസാനിച്ചാൽ ഞാൻ മരിക്കും, അതുകൊണ്ട് കിസ് ചെയ്യരുത് എന്ന് അവൻ ആംഗ്യം കാണിക്കുന്നുണ്ടെങ്കിലും അവൾക്കത് മനസ്സിലാക്കുന്നില്ല. 12 മണിയാകാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് അവൻ കിസ് ചെയ്യാൻ ധൃതി പിടിക്കുകയാണെന്ന് കരുതി അവൾ നടുറോഡിൽ വെച്ച് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവനെ കിസ് ചെയ്യുന്നു. അവൻ്റെ ഭാഗ്യം കൊണ്ട് ലൂപ്പ് അന്നും അവസാനിച്ചിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ബെഡിൽ നിന്ന് ഉണർന്നപ്പോഴാണ് അവൻ സമാധാനമായത്. തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം തന്നെ കൊല്ലാൻ ശ്രമിച്ച ബായിയെ കാണാൻ അവൻ നേരിട്ട് തന്നെ പോകുന്നു. അവൾ ഉണരുമ്പോൾ അവൻ ബെഡിലിരിപ്പുണ്ട്. ഇതിനകത്ത് എങ്ങനെ കയറിയെന്ന് ചോദിച്ച് അവൾ അത്ഭുതപ്പെടുന്നു. പക്ഷെ അവൻ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ തന്നെ കൊല്ലാൻ ശ്രമിച്ചതിനെക്കുറിച്ച് പരാതി പറയുകയാണ്. സംസാരിച്ചപ്പോഴാണ് കിസ് ചെയ്യാനല്ല ആംബുലൻസ് വിളിക്കാനായാണ് അവൻ പറയാൻ ശ്രമിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായത്. അതും പറഞ്ഞ് അവൻ പിന്നെയും ദേഷ്യപ്പെട്ടപ്പോൾ കഴിഞ്ഞ ഒരു ലൂപ്പിൽ നീ എൻ്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ നിന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത് എന്ന് കരുതി കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്.
നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും ടൈം ലൂപ്പ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അതനുസരിച്ച് ശമ്പളം കിട്ടുകയുമില്ല. അതുകൊണ്ട് തൽക്കാലം ലൂപ്പ് അവസാനിക്കുന്നവരെ നമുക്ക് ബോസ് എംപ്ലോയി റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് ഫ്രണ്ട്സായി നിൽക്കാം എന്ന് അവൾ പറയുന്നു. അവനും അത് സമ്മതിക്കേണ്ടി വരുന്നു. അവൻ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ലിഫ്റ്റ് ആരോ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് വിവരം അറിഞ്ഞ കാര്യം അവൾ അവനെ അറിയിക്കുന്നു. മാത്രമല്ല മുമ്പ് പല ലൂപ്പുകളിലും രാത്രി അവൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ശബ്ദം കേട്ട് കോൾ അവസാനിച്ചിരുന്നു എന്നവൾ ഓർക്കുന്നു. ചിന്തിച്ചപ്പോൾ അതും ലിഫ്റ്റിൽ അപകടം സംഭവിച്ചതിൻ്റെ സൗണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഓരോ ലൂപ്പിലും ആരോ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്നവൾക്ക് മനസ്സിലാകുന്നു. രണ്ടുപേരും കൂടി അത് ആരായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങുന്നു. ഓഫീസിൽ ചെന്നിരുന്ന് ഓരോരുത്തരെയും രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു അന്നത്തെ അവരുടെ പ്രധാന ജോലി. ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ട ആളായിരിക്കുമെന്ന് അവൻ സംശയിച്ചെങ്കിലും അതിന് സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ലൂപ്പിൽ അയാളെ ഫയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അയാൾക്ക് കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്നവൾ അഭിപ്രായപ്പെടുന്നു. ബബിൾ ടീ കുടിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ചബ്ബിയെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും തടയാറുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെ ദേഷ്യത്തിൽ അയാളായിരിക്കുമോ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അയാൾക്ക് ഫാറ്റി ലിവർ അസുഖമുള്ളത് കൊണ്ടാണ് ഞാൻ അയാളെ തടഞ്ഞുകൊണ്ടിരുന്നത്. അയാൾക്ക് എന്നെ കൊല്ലേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നവൻ പറയുന്നു. അപ്പോഴാണ് അവൻ എപ്പോഴും AC ഫുൾ തണുപ്പിലിടുന്ന കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഓഫീസിൽ ബ്ലാങ്കറ്റ് പൊതിച്ചിരിക്കേണ്ടി വരുന്ന AC തൊട്ടടുത്തായി സീറ്റുള്ള സ്റ്റാഫായിരിക്കാൻ സാധ്യതയുണ്ട് എന്നവൾ പറഞ്ഞത്. ഞാനെപ്പോഴും AC തണുപ്പ് കൂട്ടിയിടുന്നത് നിനക്ക് വാണിംഗ് തരാൻ വേണ്ടിയാണ്. നീ ഓഫീസിൽ ഇറക്കമുള്ള സ്കർട്ട് ധരിച്ച് വരാൻ വേണ്ടിയാണ്. നീ ഇറക്കമില്ലാത്ത സ്കർട്ട് ധരിച്ചു വരുമ്പോൾ എല്ലാവരും നിന്റെ കാലിലേക്ക് നോക്കിയിരിക്കും. അത് ഓഫീസിലെ ജോലിയെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നതെന്ന് അവൻ പറയുന്നു. അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ മിക്ക ദിവസവും ഓവർ ടൈം വർക്ക് ചെയ്യിക്കാറുള്ള സ്റ്റാഫിനെ കാണിച്ചിട്ട് ചിലപ്പോൾ അവരായിരിക്കും കൊല്ലാൻ ശ്രമിച്ചതെന്ന് അവൾ പറയുന്നു. പക്ഷേ അവൻ അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവളുടെ അഭിപ്രായത്തിൽ ആ ഓഫീസിലുള്ള ഓരോരുത്തർക്കും അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം നിനക്കായിരിക്കാനുള്ളത് സാധ്യത എന്നവൻ ചോദിക്കുന്നു. ഞാനെന്തിനാണ് കൊല്ലുന്നത്? ഓരോ ദിവസം അപകടം സംഭവിക്കുമ്പോഴും ഞാൻ സഹായത്തിന് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ എതിർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അതുവഴി വന്ന ശശേ അവർ രണ്ടുപേരും കൂടി അവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചത്. രഹസ്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് അവൾ തടിത്തപ്പുന്നു. ഒരു വലിയ ബിസിനസ് സീക്രട്ട് മനസ്സിലായതുപോലെ തല ഉലുക്കിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴാണ് ബായിക്ക് അവനെ സംശയം തോന്നിയത്. അവൻ വളരെ വില കൂടിയ റെസ്റ്റോറൻറ്റിൽ ഡിന്നറിന് കൊണ്ടുപോയതും ഓവർ ടൈം ചെയ്യാൻ ഓഫീസിലിരുന്നപ്പോൾ വില കൂടിയ ഫുഡ് വരുത്തി തന്നതും അതുപോലെ തന്നെ വലിയ വിലയുള്ള ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തതും ഒക്കെ ഓർത്ത് അവൾ വെറും ഒരു ഇന്ത്യനായി അവന് ഇതിനൊക്കെയുള്ള കാശ് എവിടെ നിന്നാണ് എന്ന് സംശയം തോന്നുന്നു. അവളത് പറഞ്ഞപ്പോഴാണ് അവർ ഒരുമിച്ച് ഡിന്നർ കഴിച്ചിട്ടുണ്ട് എന്ന് അവൻ അറിയുന്നത്. മിക്കവാറും എല്ലാ ലൂപ്പിലും അവൻ ഡിന്നറിന് ക്ഷണിക്കുമായിരുന്നു. പക്ഷേ ബോസ് ഇടപെട്ട് അതെങ്ങനെയെങ്കിലും കുളമാക്കുമായിരുന്നു. ഇന്നെന്തായാലും അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നു. അവൻ ആ സമയത്ത് ആരെയോ ഫോൺ വിളിച്ച് ശശയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നു. അന്ന് രാത്രി ബായി അവരൊപ്പം ഡിന്നർ കഴിക്കാൻ ചെന്നിരിക്കുന്ന സമയത്താണ് ബോസ് കുറച്ച് പേപ്പേഴ്സുമായി അവർക്കരികിൽ വന്നിട്ട് നീ ടെങ്5 ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ മകനാണെന്ന് ഞാൻ അറിഞ്ഞു. നീ എന്തിനാണ് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നതെന്ന് ശശിയോട് ചോദിക്കുന്നത്. അവൻ അയാളുടെ മകൻ തന്നെയാണെന്ന് സമ്മതിച്ചപ്പോൾ ബായി ആകെ ഷോക്കായി. അവനാണോ ലിഫ്റ്റ് തകരാറിലാക്കി ബോസിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ലിഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ച സാധനം മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ചോദിക്കുന്നു. പക്ഷേ അവന് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോർത്താൻ വേണ്ടിയാണ് അച്ഛൻ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അങ്ങനെയുള്ള വൃത്തികെട്ട കളികളിലൂടെ ബിസിനസ് സ്വന്തമാക്കുന്നത് നല്ലതല്ല. നേരായ രീതിയിൽ മത്സരിച്ച് നേടുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ സംശയത്തോടെയാണ് ഭായി എന്നെ ഡിന്നറിന് ക്ഷണിച്ചതെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ എഴുന്നേറ്റ് പോകുന്നു. അവനെ സംശയിച്ചതിൽ ഭായിക്കും കുറ്റബോധം തോന്നുന്നു. വേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ അവൾ പറഞ്ഞപ്പോൾ ജിന്നിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശശിയുടെ പേര് പറഞ്ഞ് രണ്ടുപേരും കൂടി തർക്കിക്കുന്നുണ്ട്. എന്തായാലും അവനല്ല കുറ്റവാളി എന്നറിഞ്ഞപ്പോൾ പിന്നെ ആരായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ പുതിയൊരു പ്ലാൻ തയ്യാറാക്കുന്നു. ലിഫ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഉപകരണം എടുത്തു മാറ്റിയത് മറ്റാർക്കും അറിവില്ല. അതുകൊണ്ട് ഇപ്പോഴും അത് അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് അത് വെച്ച ആൾ കരുതുന്നത്. അയാളെ കൊടുക്കാൻ വേണ്ടി ജിൻ ലിഫ്റ്റിൽ കയറാൻ തീരുമാനിക്കുന്നു. ബായി കുറച്ച് മാറി നിന്ന് ലാപ്ടോപ്പിലൂടെ അവിടുത്തെ CCTV ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ ലിഫ്റ്റിൽ കയറി കഴിയുമ്പോൾ ക്രിമിനൽ അവിടെ എത്തുമല്ലോ. അങ്ങനെ അയാൾ ആരാണെന്ന് അറിയാൻ കഴിയും. അടുത്ത ലൂപ്പിലെങ്കിലും അയാളെ പിടിക്കാൻ കഴിയും. ഇതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അവൻ ലിഫ്റ്റിനുള്ളിൽ കയറിയ സമയത്ത് ബായിയെ ആരോ കിഡ്നാപ്പ് ചെയ്തു. പേടിച്ചാണ് ജിൻ ലിഫ്റ്റിനുള്ളിൽ നിന്നത്. കുഴപ്പമൊന്നുമില്ലാതെ താഴെ എത്തി കഴിഞ്ഞപ്പോൾ അവന് ആശ്വാസമാകുന്നു. പക്ഷേ ക്രിമിനൽ തങ്ങളുടെ ട്രാപ്പിൽ വീണില്ലെന്ന് ചിന്തിച്ച് അവൻ ബായിയെ വിളിച്ചപ്പോഴാണ് അവളുടെ ഫോൺ അവിടെ ഇരുന്ന് അടിക്കുന്നത് കേട്ടത്. അവൾ കോളർ ട്യൂൺ സെറ്റ് ചെയ്തിരുന്നതും അവൻ്റെ പേര് സേവ് ചെയ്തിരുന്നതുമൊക്കെ അവൻ്റെ ശല്യക്കാരനാണ് എന്ന രീതിയിലാണ്. അത് കണ്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവളെ ജീവനോടെ വേണമെങ്കിൽ വേഗം പാർക്കിംഗ് ഏരിയയുടെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് വരാൻ അവൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ച് പറയുന്നു. പോലീസിനെ വിളിക്കരുതെന്നും പറയുന്നുണ്ട്. അവൻ വേഗം അങ്ങോട്ടേക്ക് പോകുന്നു. ഓടുന്നതിനിടയിൽ വഴിയിൽ കിടന്നൊരു കമ്പിയും അവൻ കയ്യിലെടുക്കുന്നുണ്ട്. അവൻ ചെല്ലുമ്പോൾ മുഖംമൂടി ധരിച്ച ഒരാൾ ബായിയെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കമ്പി അയാൾ വാങ്ങുന്നു. അതിനുശേഷം അതിർത്ത് അവനെ ശരിക്കും തല്ലുന്നുണ്ട്. ഈ സമയത്ത് ബായി ഒരു വിധത്തിൽ കെട്ടഴിച്ച് അയാളുടെ അടുത്തേക്ക് ചെന്ന് മുഖംമൂടി വലിച്ചു മാറ്റുന്നു. അവൻ്റെ കമ്പനിയിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന സങ് ആയിരുന്നു അത്. ആദ്യം മുതൽ ഓരോ തവണയും അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അയാൾ തന്നെയാണ്. ഒരാളെ മാത്രമേ കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. രണ്ടുപേരും മുഖം കണ്ട സ്ഥിതിക്ക് രണ്ടുപേരെയും കൊല്ലാൻ തുടങ്ങിയാണെന്ന് പറഞ്ഞ് അയാൾ അവനെ അടിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് ബായി അവന് അടികൊള്ളാതെ അവൻ്റെ മുകളിലേക്ക് കയറി തസം പിടിക്കുന്നതിനാൽ
അവൾക്കാണ് അടി കിട്ടിയത്. അടുത്ത ലൂപ്പിൽ വെച്ച് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അവളുടെ ബോധം പോകുന്നു. അയാൾ വീണ്ടും അവനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എതിർക്കുന്നുണ്ട്. അപ്പോഴേക്കും 12 മണി അടുത്ത ലൂപ്പ് സ്റ്റാർട്ടാക്കുന്നു. അന്ന് രാവിലെ തന്നെ രണ്ടുപേരും കൂടി അങ്ങനെ പിടിച്ചു കിട്ടുന്നു. ലിഫ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം കാണിച്ചിട്ട് ഇത് താനല്ലേ വെച്ചത് എന്നൊക്കെ അവർ രണ്ടുപേരും ചോദിച്ചപ്പോൾ അയാൾ ഒന്നും അറിയാത്ത പോലെ ഒഴിഞ്ഞു മാറുന്നു. അവൾ പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ കെട്ടഴിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ജിൻ പുറകെ ഓടിയപ്പോഴാണ് ബായുടെ കാൽ ചെറുതായി മടുത്തത്. അവൻ തിരികെ ചെന്നപ്പോൾ എന്നെ മൈൻഡ് ചെയ്യണ്ട, അയാളെ പിടിക്കാൻ പറഞ്ഞ് അവൾ ഓടുന്നു. അപ്പോഴേക്കും അവൾ പോലീസിനെയും വിളിച്ചിരുന്നു. അയാൾ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസ് അയാളെ പിടികൂടുന്നു. ബിഡിംഗ് തടസ്സപ്പെടുത്താൻ വേണ്ടി ശശിയുടെ അച്ഛൻ്റെ കമ്പനി അയാളെ ലക്ഷ്യമെടുത്താണ് അവനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്നയാൾ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് മടങ്ങുമ്പോഴും ബായുടെ കാല് പൂർണ്ണമായും ശരിയായിരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാണ് അവൾ നടക്കുന്നത്. ആ സമയത്ത് അവൻ ഷൂലെസ് കട്ടനായി റോഡിലേക്ക് ഇരിക്കുന്നു. അത് കണ്ടപ്പോൾ നടക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ തോളിലെടുക്കാനാണ് എന്ന് കരുതി അവൾ അവൻ്റെ പുറത്തേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. പിന്നെയാണ് അവൾക്ക് അബദ്ധം മനസ്സിലായത്. ചമ്മലോടെ അവൾ മാറി നിൽക്കുന്നുണ്ട്. അവളുടെ ചമ്മൽ മനസ്സിലായതുകൊണ്ട് തന്നെ അത് മാറ്റാനായി അവൻ അവളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൾ താഴെ ഇറങ്ങുന്നു. മിസ്റ്ററിയൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് ടൈം ലൂപ്പ് ഇന്ന് അവസാനിക്കും. അതിനു മുമ്പ് ഒന്ന് ആഘോഷിച്ച് കളയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചെറിയ പാർട്ടി നടത്തുന്നുണ്ട്. വൈൻ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നതിനിടയിൽ അവൻ പഠിച്ച അതേ കോളേജിൽ തന്നെ അവൻ്റെ ജൂനിയറായിട്ടാണ് പഠിച്ചത് എന്നും കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും മിടുക്കനായ സ്റ്റുഡൻ്റായിരുന്ന അവനോടുള്ള ആരാധന കൊണ്ടാണ് പഠനം കഴിഞ്ഞ് ഉടനെ തന്നെ അവൻ്റെ സെക്രട്ടറിയായി ജോലിക്ക് കയറിയതുമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പതിവായി അവൻ വാങ്ങിപ്പിക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് വളരെ ഇഷ്ടമാണ് എന്ന് അവൾ ജോയിൻ ചെയ്ത സമയത്ത് ഒരിക്കൽ പറയുന്നത് അവൻ കേട്ടിരുന്നു. അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇത് പതിവായി വാങ്ങിച്ചിരുന്നതെന്ന് അവനും തുറന്നു പറയുന്നു. എത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും പതിവായി കഴിക്കുമ്പോൾ ആരായാലും മടുക്കും എന്ന് അവൾ ചിരിയോടെ പറയുന്നുണ്ട്. അവൻ്റെ നമ്പർ ശല്യക്കാരൻ എന്ന രീതിയിലായിരുന്നില്ല അവൾ സേവ് ചെയ്തിരുന്നത്. അവനത് മാറ്റി ഐഡൽ എന്നാക്കുന്നുണ്ട്. അങ്ങനെ കളിയും ചിരിയുമൊക്കെ വാലന്റൈൻ ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായുള്ള ഫയർ വർക്കൊക്കെ കണ്ട് അവിടെ ഇരിക്കുമ്പോൾ 12 മണിയായി അവർ അടുത്ത ലൂപ്പിലേക്ക് പോകുന്നു. അന്ന് അവൻ വിളിച്ചുണർത്തി ഡേറ്റ് നോക്കാൻ പറയുമ്പോഴാണ് മെയ് 20 തന്നെയാണ്. ലൂപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ബായി അറിയുന്നത്. പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടും ലൂപ്പ് അവസാനിക്കാത്ത എന്താണെന്ന് ചിന്തിച്ച് രണ്ടുപേരും തല പോയിക്കുന്നു. ഒരേ ദിവസം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് രണ്ടുപേർക്ക് ശരിക്കും മടുത്തു. ലൂപ്പിന് പ്രത്യേക കാരണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളേതെങ്കിലും ടൈം ഹോളിൽ കുടുങ്ങിയിരിക്കുകയായിരിക്കും. എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് ഓരോ ദിവസവും വ്യത്യസ്തമാക്കിയാൽ ആവർത്തന വ്യത്യസ്തത തോന്നില്ല എന്നവൻ അഭിപ്രായപ്പെടുന്നു. ഒരു വെറൈറ്റിക്ക് വേണ്ടി അന്ന് കോട്ടും സ്യൂട്ടുമൊക്കെ മാറ്റി ശശിയുടെ അച്ഛനായിട്ട് പ്രശ്നമുണ്ടാക്കുന്നതിന് മുമ്പേ അവർ അങ്ങോട്ട് പോയി അദ്ദേഹത്തെ കണ്ട് ബിഡിംഗ് ഡോക്യുമെന്റ് നൽകുന്നു. അത് കൈക്കലാക്കാൻ വേണ്ടിയാണല്ലോ അയാൾ ഇത്ര ബുദ്ധിമുട്ടി അവനെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കുന്നത്. നേരിട്ട് കൊണ്ട് കൊടുത്താൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാകില്ലല്ലോ. ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇനി വരുന്നത് ഞാനായിരിക്കില്ല എന്ന് വാണിംഗ് കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്ന് മടങ്ങിയത്. അയാൾ തന്നെ അവനെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. തടി കൂടുമെന്ന് പേടിച്ച് നോർമൽ ദിവസങ്ങൾ കഴിക്കാൻ പഠിച്ചിരുന്ന സാധനങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയതുകൊണ്ട് വണ്ണം വയ്ക്കില്ല എന്ന ധൈര്യത്തിൽ ഇപ്പോൾ ബായി കഴിച്ചു നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൾ ഒരുമിച്ച് യോഗ ചെയ്യാൻ അവനെ വിളിച്ചെങ്കിലും അവനതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ചെയ്യാം എന്നവൻ പറഞ്ഞപ്പോഴാണ് അവൾ ചുരണ്ടി നോക്കി പ്രൈസ് കിട്ടുന്ന തരത്തിലുള്ള കുറേ ലോട്ടറി വാങ്ങിക്കൊണ്ട് വന്നത്. ഇതൊക്കെ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ആദ്യം അവൻ ജാടയിട്ടിരുന്നെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ നിർബന്ധം കാരണം വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം അവളേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ കളിച്ചത് അവനാണ്. ഓരോ 5 രൂപയും 10 രൂപയും ഒക്കെ പ്രൈസ് അടിക്കുമ്പോഴുള്ള അവൻ സന്തോഷമൊന്ന് കാണാനുണ്ടായിരുന്നു. ബായി പോലും ഷോക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ആഗ്രഹം കൂടി സാധിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ ബോയ് ഫ്രണ്ട് എന്ന രീതിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത്. മകൾക്ക് അവനെ പോലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയതിൽ അവർ ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. എന്നാലും അവൻ തങ്ങൾക്ക് പറ്റിയ മരുമകനാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങാൻ അവർ നിർബന്ധിക്കുന്നു. അവന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ ഒപ്പമാണ് അവൻ കിടന്നത്. അദ്ദേഹത്തിൻ്റെ കൂർക്കം വലിയും ഉറക്കത്തിനിടയിലെ സ്നേഹപ്രകടനവും കാരണം അധിക സമയം അവിടെ കിടക്കാതെ ജിൻ പുറത്തേക്കിറങ്ങി വെറുതെ നടക്കുന്നു. അച്ഛൻ്റെ കൂർക്കം വലിയെക്കുറിച്ച് അറിയാമായിരുന്ന ബായി അവൻ അങ്ങനെ ഇറങ്ങി വരുമെന്ന് ഊഹിച്ചതുകൊണ്ടാവണം ഒരു പുതപ്പൊക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവന് കൂടി ഷെയർ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കാൻ സഹായിച്ചത് അവൾ അവന് നന്ദി പറയുന്നുണ്ട്. അവൾക്ക് എങ്ങനെയുള്ള ആളിനെയാണ് ഇഷ്ടം എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിന്റെ ടേസ്റ്റ് വളരെ മോശമാണെന്ന് മനസ്സിലാക്കാം എന്നവൻ കമൻ്റ് അടിക്കുന്നു. അടുത്തിടെ എനിക്ക് അതിനേക്കാൾ മോശം ടേസ്റ്റാണെന്ന് അപ്പോൾ ബായി പെറുപിറക്കുന്നുണ്ട്. അവൾ പുതുതായി ആരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞ് അതാരെയാണെന്ന് അവൻ ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മറന്നു. ഈ സമയത്ത് മുന്നിൽ ഒരു ചിരന്തിയെ കണ്ട് പേടിച്ച് അവൻ അവളെ മുറുകെ പിടിക്കുന്നു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾക്കറിയാതെ കിസ് ചെയ്യാനുള്ള ടെൻഡൻസി തോന്നുന്നുണ്ട്. അവനും അതേ അവസ്ഥയിൽ തന്നെയാണ്. കൺട്രോൾ വിട്ടു പോകരുത് എന്നൊക്കെ ബായി മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും അവൻ അടുത്തേക്ക് വന്ന് അവൾ അറിയാതെ കണ്ണടച്ച് മുന്നോട്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 12 മണിയായി അവർ അടുത്ത ലൂപ്പിൽ കയറുന്നു. അപ്പോഴത്തെ ഒരു ടെംപ്റ്റേഷന് എൻ്റെ സുന്ദര മുഖം കണ്ടപ്പോൾ അവൾ കിസ് ചെയ്തതായിരിക്കുമോ അതോ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നൊക്കെ ജിൻ ചിന്തിക്കുന്നു. അവളെ വിളിക്കാൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അവൻ വിളിക്കുന്നില്ല. ബായി ആണെങ്കിൽ ഉണർന്നത് മുതൽ ഫോൺ കയ്യിൽ പിടിച്ച് അവൻ്റെ വിളിയും പ്രതീക്ഷ ഒരേ ഇരിപ്പാണ്. കിസ് ചെയ്തെങ്കിലും റിലേഷനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലാത്തതിനാൽ അവളും ആകെ കൺഫ്യൂഷനിലാണ്. അവളും അവനെ വിളിക്കാനായി ഫോൺ എടുത്തെങ്കിലും ആദ്യം അങ്ങോട്ട് വിളിക്കുന്നത് നാണക്കേടാണെന്ന് കരുതി ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്നു. രണ്ടുപേരും അങ്ങനെ തന്നെ ചിന്തിച്ച് പരസ്പരം വിളിയും പ്രതീക്ഷിച്ച് വെറുതെ ഓരോന്ന് ചെയ്ത് സമയം തള്ളി നീക്കുന്നു. അവസാനം ശവം നശിച്ച അവൾ അവനെ കൊണ്ട് ആദ്യം വിളിപ്പിക്കാൻ വേണ്ടി ഒരു പണി ഒപ്പിക്കുന്നു. ഒരു സെൽഫി എടുത്ത് ഇന്ന് ഡേറ്റിന് പറ്റിയ ദിവസമാണെന്നൊരു ക്യാപ്ഷൻ കൂടി ആഡ് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു.
അധിക സമയം കഴിയുന്നതിന് മുമ്പ് അവനത് കാണുന്നുണ്ട്. അവൾ തന്നെ ഒഴിവാക്കി വേറെ ആർക്കെങ്കിലും ഒപ്പം ഡേറ്റിന് പോയി കാണുമോ എന്ന് ചിന്തിച്ച് അവൻ ഉടനെ തന്നെ അവളെ വിളിക്കുന്നു. അവൻ്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ ഒന്നുമല്ല അവൾ സംസാരിച്ചത്. ജാടയിട്ട് എന്താ കാര്യമെന്ന് അന്വേഷിക്കുന്നു. ഷവർ കേടായി, അത് റിപ്പയർ ചെയ്യാൻ ആരെങ്കിലും വിളിക്കണം എന്ന് പറയാനാണ് വിളിച്ചത് എന്ന് അവൻ കള്ളം പറയുന്നു. കള്ളത്തരമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. റിപ്പയർ ചെയ്യാൻ എനിക്കറിയാം, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചിട്ട് റെഡിയായി അവിടേക്ക് ചെല്ലുന്നു. ഷവർ പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവൾ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്നാണ് അവൻ പറഞ്ഞത്. ദേഷ്യം വന്ന അവൾ എങ്കിൽ പിന്നെ ആസ്വദിച്ച് കുളിക്കാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. എങ്ങനെയാണ് അവളോട് സംസാരിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനസ്സിലാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി ടെറസിൽ പോയി ബായ് വിഷമിച്ചിരിക്കുമ്പോഴാണ് കുറേ പെയിൻറ്റിങ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് മുഴുവൻ അവളെക്കുറിച്ചുള്ളതായിരുന്നു. സത്യത്തിൽ വളരെ കാലം മുമ്പ് തന്നെ അവൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. അന്നു മുതൽ പല അവസരങ്ങളിലായി അവൻ വരച്ച അവളുടെ ചിത്രങ്ങളാണ് അതെല്ലാം. അവളത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് കയറി വന്ന അവൻ ചമ്മലോടെ അത് പിടിച്ചു വാങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ കൊടുക്കുന്നില്ല. അവന് തന്നെ ഇഷ്ടമാണെന്നുള്ളതിനുള്ള തെളിവാണ് കയ്യിലിരിക്കുന്നത്. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോഴും അവൻ സംശയിച്ച് നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവൻ അവളെ പിടിച്ചെടുത്ത് കിസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. സത്യത്തിൽ ഓരോ ലൂപ്പിലും ഇഷ്ടമാണെന്ന് തുറന്നു പറയാൻ വേണ്ടിയായിരുന്നു അവൻ രാത്രി അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് തന്നെ അപകടത്തിൽപ്പെട്ട് കോൾ കട്ടായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞതൊന്നും അവൾ കേൾക്കാതെ പോയതാണ്. ഇഷ്ടം തുറന്നു പറഞ്ഞതോടെ ബായ് സന്തോഷത്തോടെ അവനെ കിസ് ചെയ്യുന്നു. കുറേ രാത്രിയാവുന്നവരെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി ഒരുമിച്ചിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ അവൻ അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. വീടിന് മുന്നിലെത്തിയ ശേഷവും ഓരോ സാധനം വാങ്ങിക്കാൻ മറന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പിന്നെ കുറേ തവണ ചുറ്റി നടക്കുന്നുണ്ട്. അവസാനം ധാരാളം ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ പറഞ്ഞയക്കുന്നു. റിലേഷൻഷിപ്പിലായതിൻ്റെ സന്തോഷത്തോടെയാണ് അടുത്ത ദിവസം രണ്ടുപേരും മുണ്ടുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡേറ്റ് ഒന്നും നോക്കുന്നില്ല. കൈകൾ കോർത്തു പിടിച്ച് കപ്പിൾസിനെ പോലെ തന്നെ ഓഫീസിലേക്ക് അവർ ചെന്നത്. ലിസ്റ്റിൽ കയറി നിൽക്കുമ്പോൾ വേറെ സ്റ്റാഫൊക്കെ സെക്രട്ടറി ബോസിനെ മയക്കെടുത്തുന്ന രീതിയിൽ കമൻ്റ് അടിക്കുന്ന കണ്ട് അവൾ കൈ പിൻവലിക്കാൻ തുടങ്ങിയെങ്കിലും അടുത്ത ലൂപ്പ് ആകുമ്പോഴേക്കും അവർ ഇതൊക്കെ മറന്നു പോകും എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നു. അത് ശരിയാണല്ലോ എന്ന ധൈര്യത്തിൽ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതെ ഞാൻ ബോസിനെ മയക്കെടുത്ത് തന്നെയാണ്, അതിനാർക്കാണ് പ്രശ്നം എന്നൊക്കെ ഉറക്കെ ചോദിക്കുന്നു. അവരുടെ റിലേഷൻ അനൗൺസ് ചെയ്തതുപോലെ ആയിരുന്നു അത്. മാത്രമല്ല ഓഫീസിൽ വെച്ച് രണ്ടുപേരും ശരിക്കും റൊമാൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. ജിയയും ശിഷയും അത് നേരിട്ട് കാണുന്നതിനാൽ രണ്ടുപേരുടെയും മനസ്സിലെ ആഗ്രഹം ഉപേക്ഷിക്കുന്നുണ്ട്. ഒരുമിച്ച് ലഞ്ച് കഴിക്കാതിരുന്നപ്പോഴാണ് ബയോഡാറ്റ അപ്ലോഡ് ചെയ്യേണ്ട സമയം ഇന്നലെ രാത്രി 12 മണിക്ക് അവസാനിച്ചു. ഇതുവരെയും ബയോഡാറ്റ നൽകിയിട്ടില്ലാത്തതിനാൽ അവൾക്ക് നൽകിയ ഓഫർ പിൻവലിക്കുകയാണെന്ന് ശശിയുടെ അച്ഛൻ്റെ കമ്പനിയിലെ HR നിന്ന് വിളിച്ച് അവളെ അറിയിച്ചത്. അപ്പോഴാണ് രണ്ടുപേരും ഡേറ്റ് നോക്കുന്നത്. മെയ് 20 അല്ല 21 ടൈം ലൂപ്പ് അവസാനിച്ചിരിക്കുന്നെന്ന് രണ്ടുപേരും തിരിച്ചറിഞ്ഞതും അപ്പോഴാണ്. അവൻ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി ഓരോ ലൂപ്പിലും ശ്രമിച്ചിട്ടും അത് നടക്കാതിരുന്നുകൊണ്ടാണ് ലൂപ്പ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അവസാനം അത് തുറന്നു പറഞ്ഞതോടെ ലൂപ്പ് അവസാനിച്ചിരിക്കുന്നു എന്നവർ തിരിച്ചറിയുന്നു. ലൂപ്പ് ആവർത്തിക്കുകയാണെന്ന് കരുതി രണ്ടുപേരും ജോലിയിൽ കുറെ ഉഴപ്പിയതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി രണ്ടുപേരും ഭക്ഷണം പോലും കഴിക്കാതെ വേഗം എഴുന്നേറ്റ് പോകുന്നു. ബിഡിങ്ങിനുള്ള ഫയലൊക്കെ റെഡിയാക്കി അവനത് പ്രസൻറ്റ് ചെയ്യാനായി പോകുന്നു. ബിഡിങ് അവരുടെ കമ്പനിക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. സ്റ്റാഫിൻ്റെ മുന്നിൽ കാണിച്ചു കൂട്ടിയതൊക്കെ ഓർത്ത് ബായിക്കവരെ ഫേസ് ചെയ്യാൻ ആകെ നാണക്കേടാകുന്നു. ശരിക്കും ഞാൻ റിസൈൻ ചെയ്യേണ്ട അവസ്ഥയാണ് എന്നാണ് തോന്നുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ ഇനിയും നീ റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്ന് ചോദിച്ച് അവനവളെ കിസ് ചെയ്യുന്നിടത്ത് ഈ മിനി സീരീസ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.